നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പദ്ധതി കേന്ദ്ര കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം പൈനാപ്പിൾ ദുബായിലേക്ക്. മണ്ണത്തൂരിലെയും പാലക്കുഴിയിലെയും കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് പച്ച പൈനാപ്പിൾ സംഭരിച്ച് പ്രത്യേകം പാക്കറ്റുകളിലാക്കിയാണ് ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. കൂത്താട്ടുകുളം പൈനാപ്പിൾ രണ്ടാം ഘട്ടം 7 ടൺ പൈനാപ്പിളാണ് കപ്പൽ മാർഗം ദുബായിലേക്ക് കയറ്റുമതി ചെയ്തത്. 2 മാസങ്ങൾക്ക് മുൻപ് 16 ടൺ പൈനാപ്പിൾ കയറ്റുമതി ചെയ്തിരുന്നു. കിലോയ്ക്ക് 34 രൂപയായിരുന്നു അന്ന് വില. എന്നാൽ ഇന്ന് 65 രൂപയാണ് നിലവിലെ വില. മണ്ണത്തൂരിലും പാലക്കുഴയിലെയും കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് പച്ച പൈനാപ്പിൾ സംഭരിച്ച് പ്രത്യേകം പാക്കറ്റുകളിലാക്കി ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇത് 2ാം ഘട്ടമാണ് കപ്പലിൽ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നത്. ആദ്യ ലോഡ് മണ്ണത്തൂരിൽ നിന്നാണ് കയറ്റുമതി ചെയ്തത്. കേന്ദ്ര കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വകുപ്പിന്റെ കീഴിൽ വരുന്ന അഗ്രികൾച്ചർ ആൻഡ് പ്രോസസിംഗ് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് കയറ്റുമതി ചെയ്യുന്നത്. വിമാനത്തിൽ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നത് വലിയ ചിലവ് വരും. തന്നെയുമല്ല, അധികം അളവിൽ കൊണ്ടുപോകാനും സാധിക്കില്ല. എന്നാൽ കപ്പലുകളിൽ ഉയർന്ന അളവിൽ കൂറ്റൻ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാൻ സാധിക്കും. ദീർഘസമയം യാത്ര ഉള്ളതുകൊണ്ട് 125 ദിവസം എത്തിയ പച്ച പൈനാപ്പിളുകളാണ് കയറ്റുമതി ചെയ്യുന്നത്. തൂക്കി പ്രത്യേക രീതിയിൽ പാക്ക് ചെയ്താണ് പൈനാപ്പിളുകൾ കയറ്റുമതി ചെയ്യുന്നത്. ഞങ്ങൾ പൈനാപ്പിൾ കയറ്റി അയക്കുന്നത് ഇത് 2ാമത്തെ തവണയാണ്. ഒരു 3 മാസം മുമ്പ് നമ്മൾ ഫസ്റ്റ് ലോഡ് വിട്ടു. അത് കഴിഞ്ഞിട്ട് വാഴക്കുളം ഗവേഷണ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ വീണ്ടും അടുത്ത ലോഡ് ഇന്ന് നമ്മൾ പാലപ്പുഴ എന്ന സ്ഥലത്ത് നിന്ന്, വടക്കൻ പാലപ്പുഴ എന്ന സ്ഥലത്ത് നിന്ന് ദുബായിലേക്ക് ലോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഗ്രികൾച്ചർ ആൻഡ് പ്രോസസിംഗ് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയും വാഴക്കുളത്തെ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിലെയും ഉദ്യോഗസ്ഥരുമായ സിനി ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ടി മായ, ശാന്തി എന്നിവരുടെ നേതൃത്വത്തിലാണ് കയറ്റുമതി ചെയ്യുന്നുള്ള തയ്യാറെടുപ്പുകൾക്ക് നിർദ്ദേശം നൽകുന്നത്. കർഷകനും വ്യവസായിയുമായ സാബു കൊരങ്ങേലിത്തടം, പൈനാപ്പിൾ കർഷകൻ പവൽ എന്നിവരുടെ കൃഷിയിടത്തിൽ നിന്നാണ് ഇത്തവണ പൈനാപ്പിൾ കയറ്റുമതി നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.